നമസ്കാരം. പ്രാദേശിക സഞ്ചാരത്തിൻ്റെ 28ാമത്തെ ട്രെക്കിംഗ് ക്യാമ്പ് ഇന്നും നാളെയുമായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സംഘടിപ്പിച്ചതായിരുന്നു. പക്ഷേ പ്രകൃതി പ്രതികൂലമായ കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മഴയും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നമുക്ക് റെഡ് അലർട്ട്, ഈ ദിവസങ്ങളിൽ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ക്യാമ്പും ട്രക്കിങ്ങും ഒക്കെ തന്നെ മാറ്റിവെക്കേണ്ടതായി വന്നു. എങ്കിലും ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള ആ ഫോറസ്റ്റ് ഐബിയിൽ ഒരു ദിവസം തങ്ങുക എന്നുള്ള രീതിയിൽ, ഒരു യാത്ര എന്ന രീതിയിൽ നമ്മൾ ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിനിലുള്ള യാത്രയാണ്. നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തി. പറയണ ഇതിപ്പോ തേക്കിൻകാട് വേറെ ഇപ്പൊ നമ്മുടെ കടുവന്റെ കൂടെ വെച്ചിട്ട് കുടിനെ കിട്ടിയെന്ന് പറഞ്ഞത് അത് കാളിയാവുന്ന. അത് നമ്മൾ ഈ നെടുങ്കയത്തുനിന്ന് തിരിഞ്ഞു പോവാം, അല്ല കേരളയിൽ തിരിഞ്ഞു പോകണം അല്ലേ? കേരള പൂക്കോട്ടുംപാട റോഡ് പോവാം. ആ വഴി കാളിയാവ്. രണ്ട് ആനകള് ഇപ്പൊ നമ്മൾ പോകുമ്പോഴാണ് ഈ സംഭവം. ഇതിങ്ങനെ ഈറ്റ തിന്നോണ്ടിരിക്കുകയാണ്. ആന കുട്ടിയുണ്ട്, അപ്പൊ പോവാ. കുട്ടികളുണ്ട്, കുട്ടികൾ കളിപ്പിച്ചാൽ നമ്മൾ ഓടേണ്ടി വരും. ഇത് പോട്ടോ, നിങ്ങളെ കൊണ്ടാക്കി എനിക്കിത് വരും. അപ്പൊ ഇതിൽ കയറുമ്പോൾ അതിന് എനിക്ക് കൊടുക്കണം. അല്ല എന്നെ ഒരു മണിക്കൂറോളം നിർത്തുക ഇരുട്ടായോണ്ടേ. നമ്മളിതാ ഇപ്പൊ ഐബിയിലേക്ക് കയറുകയാണ്. നമ്മളെ ഓട്ടോയില് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലുള്ള ഐബി ആണിത്. ജോസഫ് സാഹിബ് താമസിച്ചിരുന്ന ഐബി, അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ ഇതാ ഓട്ടോയിൽ വന്നിറങ്ങി. നമ്മുടെ ഐബി ആണിത്. ഈ ഐബിയിലേക്ക് ഇപ്പൊ കയറുകയാണ്. ജോസഫ് സാഹിബിന്റെ അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവാണ്. നമ്മളിപ്പോ ഇതാ ഇവിടെ എത്തിയിട്ടുള്ളൂ. നല്ല സൗകര്യമുള്ള, നല്ല റൂമും സൗകര്യങ്ങളൊക്കെയാണ്. എന്താണ് സൗകര്യം? ഇത്ര സൗകര്യം മതിയോ? വെള്ളം വാങ്ങാൻ മറന്നു. അവിടേക്ക് അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം. നോക്ക്, ഇതാണ് നമ്മുടെ കരിമ്പുഴ സംഭവം. ഇവിടെ ഇരിക്കുക, പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ കാഴ്ചകൾക്കൊക്കെ തന്നെ നന്ദി പറയേണ്ടത് സത്യത്തിൽ ഗോഡ്കർ ഭായിയോടാണ്. കാരണം നമ്മുടെ ക്യാമ്പ് മഴയും പ്രശ്നങ്ങളും കാരണം മാറ്റിവെച്ചത് കൊണ്ട് പിന്നെ വേണ്ട എന്നാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ഗോഡ്കർ ഭായിയുടെ നിർബന്ധപൂർവം ഞാനും ഷബീർക്കയും കൂടി മൂന്നാളും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ്. മാറ്റിവെച്ചതാണ്. പക്ഷെ അതുകൊണ്ട് നഷ്ടമുണ്ടായില്ല. ഒരു കാര്യമുള്ളത്, ഞങ്ങൾ വരുന്ന നേരത്താണ് നമ്മുടെ ആനക്കൂട്ടം, ഒരു കുട്ടിയും രണ്ട് ഇതുമായിട്ടുള്ള ആനകള് അവരവിടെ ഒരു സ്മോൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ആനകളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മൃഗങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് ഇങ്ങനെ നമുക്ക് ഭയമില്ലാതെ കാണാൻ പറ്റാവുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ കിച്ചണിലേക്ക് കിടക്കുകയാണ്. കിച്ചണിലെ സൗകര്യങ്ങൾ അത്യാവശ്യം ഉണ്ട്. ഇവിടെ നല്ല വിശാലമായ സൗകര്യമുള്ള കിച്ചണില് നമ്മുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മളിപ്പോ ഇവിടേക്ക് വെക്കുകയാണ്. ഇത് ചിക്കൻ വെക്കാം,
ഇത് കപ്പയും സാധനങ്ങളാണ്. പഞ്ചസാര ഉണ്ട്. തൈരും പാല് നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കല്ലേ. പാല് തൈരും വെച്ച് ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചപ്പാത്തി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകാനുള്ള ഒരു പാത്രം നമ്മൾ നോക്കണം. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കടുക് അടക്കമുള്ള ചുവന്നുള്ളി എല്ലാം തയ്യാറാണ്. ഇത് സ്റ്റവ് കത്തിക്കാൻ പോവാണ്. സ്റ്റവ് ഓൺ ചെയ്തു, പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗോഡ്കർജിയുടെ തക്കാളി അരിയുന്ന സ്റ്റൈലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോഴിക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ടോ? അത് നോക്കി അരിപ്പത്തിരിയും ചപ്പാത്തിയും കാത്തിരിക്കുന്നത് 2 പേർ. ഇന്നത്തെ ട്രിപ്പ് നമ്മളെന്താ പറയാ, അവിചാരിതമായിട്ട് നമ്മളെ ക്യാൻസൽ ആക്കേണ്ട ട്രിപ്പ് ഞങ്ങൾ 3 പേര് മനസ്സിനൊരു സംതൃപ്തി നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു. നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും. പിന്നെ നമ്മുടെ ഗോഡ്കർ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോ ഇന്ന് കിച്ചണിൽ കയറിയിട്ടത്. കരിമ്പുഴ വന്നാണ് ഫോറസ്റ്റ് ഐബിയിലുള്ളത്. കരിമ്പുഴ വന്നപ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. നമ്മൾ നിലമ്പൂർ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഐറ്റം കാണാൻ ഇവിടുത്തെ ഒരാളോട്, ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചിട്ട് അതിലൊരു എന്താ പറയുക റെസിപ്പി കിട്ടി. ആ റെസിപ്പി അനുസരിച്ച് ഉണ്ടാക്കിയ സാധനമാണ് കരിമ്പുഴ ചിക്കൻ വരട്ട്. ഇവിടെ ഒരു ആദിവാസി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചിക്കനാണ്. ഡ്രൈ ആക്കിയിട്ട് നീര് വറ്റിച്ചിട്ട് നീരൊക്കെ അതിലേക്ക് ചിക്കനിലേക്ക് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ സുഹൃത്ത് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കണ്ടിട്ട് തന്നെ നല്ല നാവില് വെള്ളമുണ്ട്. അതെ, ഇനി നമ്മള് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയിൽ തുടങ്ങാം. ഞാന് റൈസ് ഉണ്ട്, അല്ല സോറി റൈസ് പത്തിരി അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്നു. തൈരുണ്ട്. വെജിറ്റേറിയൻകാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട്. എന്റെ മുത്തേ എന്തെങ്കിലുമൊക്കെ ബാക്കിയൊക്കെ കിട്ടോ. 1.5 കിലോ ചിക്കന് കഴിക്കാൻ വയ്യ. ഏതായാലും കൊണ്ടുവച്ച വെള്ളം എടുത്തോ, ഫിനിഷാട്ടോ. ചായ വട്ടം പിടിക്കുന്ന കരിമ്പുഴ ഫോറസ്റ്റ് ഐബിയിൽ നിന്നും നമ്മളെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളെ എന്താണ് കാലാവസ്ഥയും ചുറ്റുപാടൊക്കെ കണ്ടെന്ന് അറിയാലോ. 2 ദിവസം മുമ്പ് വരെ നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ്. കരിമ്പുഴ നന്നായിട്ട് ഒഴുകുന്നുണ്ട്. നല്ല ക്ലിയർ വെള്ളം. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ അടി കാണാം, കല്ലൊക്കെ കാണാം. ഇവിടെ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പാലത്തൂടെ ഒന്ന് നടന്നു പോവാണ്. സന്ദർശകർ പുഴയിൽ ഇറങ്ങരുത്. നമ്മൾ പുഴയിൽ ഇറങ്ങില്ലല്ലോ. 1938 ദോസൻ സാഹിബ് പുഴയിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ആദ്യത്തെ രേഖാമൂലമുള്ള ഒരു മരണം. ലാസ്റ്റ് മരിച്ചത് 2 പെൺകുട്ടികളാണ്. അതിപ്പോ 2024 ഫെബ്രുവരി മാസത്തിലായിരുന്നു. ഇനി ഒരു മരണം ഇല്ലാതിരിക്കാനാണ് ഇവർ പരമാവധി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൽക്കുന്നത്.
നമുക്കിങ്ങനെ ഇരിക്കുക ഇവിടെ ഒരു കട്ടൻ ചായ ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും. എന്താ വ്യൂ! പുഴന്റെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാനൊരു പ്രത്യേക സുഖമല്ലേ. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കപ്പ ബിരിയാണി, അരിപ്പത്തിരി, നല്ല സൂപ്പർ കട്ടൻ ചായ, നമ്മുടെ കരിമ്പുഴ ആറ്. അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുന്നത് എൻ്റെ മഹാരഥന്മാർ, മറ്റാരുമല്ല ഷഫി ആൻഡ് ഷബീർ. പാൽച്ചായ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. അടുത്ത ആൾ ആസ്വദിച്ചാണോ കുടിക്കുന്നത് നോക്കാം. ഉയരങ്ങളിൽ ഇതിന് ചായ മാത്രമല്ല, തീരത്തിന് ചായ കുടിച്ചതിന് ചായക്ക് ടേസ്റ്റ് ആണെന്ന് പറയുന്നത് രണ്ടുപേരും. മനോഹരം. ഞാനും കഴിക്കട്ടെ, തീരം നോക്കി കഴിക്കട്ടെ. ചെറിയൊരു ട്രക്കിങ് ആരംഭിക്കുകയാണ്. നമ്മളൊപ്പം ഫോറസ്റ്റിൻ്റെ 2 ഗൈഡുമാരുണ്ട്. ഒന്ന് നമ്മുടെ വിനയൻ ഭായ്, പിന്നെ ഒന്ന് നമ്മുടെ ബാലേന്ദ്രേട്ടനാണ്. 2 ആളും നമ്മളൊപ്പം ഉണ്ട്. നമ്മളിന്ന് ശരിക്ക് 30 പേരുള്ള ഒരു ക്യാമ്പ് ഇവിടെ കരിമ്പുഴ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വെച്ചതാണ്. പക്ഷേ നല്ല മഴ കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ മഴ കാരണം നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ നമ്മൾ 2-3 ആൾ വന്നപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ശരിക്കും പോകേണ്ടത് ട്രെക്കിങ് തുടങ്ങുക. ഇത് പോവുകയാണെങ്കിൽ ഇങ്ങനെ മാഞ്ചി അങ്ങനെ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അത് നിരന്ന ഭൂമിയുടെ വല്ല ആനകളൊക്കെ വന്ന് ഓടി മറിയാനോ ഓടി കയറാനോ പറ്റിയ കുന്നുകളോ മലകളോ പാറകളോ എല്ലാം ഇവിടെ അടുത്തുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് നിരന്ന ഭൂമിയുള്ള സ്ഥലത്തേക്കാണ്. ആനകള് ഇതിനുള്ളിൽ ഇങ്ങോട്ട് വരും. ആനകള് കോളനിക്കൊക്കെ വരും. അതല്ലേ, അതിന്റെ ഉള്ളിലൊക്കെ വന്ന് ഈ ചക്കയും മാങ്ങൊക്കെ ഉള്ളതൊക്കെ. ഇപ്പൊ നമ്മള് പോകാൻ ഉദ്ദേശിച്ച സ്ഥലം മുണ്ടക്കടവ്. മുണ്ടക്കടവ് പ്ലാന്റേഷൻ ഒക്കെ ഉള്ള. കല്ല് മുടി വയ്ക്കാന്ന്. നമുക്ക് കുന്നുകളും ചെരുവുകളൊക്കെ വാങ്ങി നമ്മളങ്ങാടി പോയാൽ കിടക്കൂല. നമ്മളെ ട്രക്കിങ് ഇവിടെ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ നെടുങ്കയം ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഈ കാടിനുള്ളിലൂടെ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം നമ്മളിപ്പോൾ സഞ്ചരിച്ചിട്ട് ഇവിടെ എത്തി. കരിമ്പുഴ എന്ന് തന്നെയാണ് പറയാ. അവിടെ പോയി ഒരു കുളി പാസ്സാക്കാൻ പോവുകയാണ്. ഏറെ നല്ല ഒരു പുഴയുടെ ഉള്ളിൽ പോയിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാടിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് എപ്പോഴും വ്യത്യസ്തമാണ്. വിവിധ കാടുകൾക്കുള്ളിൽ നമ്മൾ പോയിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ കാടുകളാണ്. എപ്പോഴും ഒരു കാടിനെ താരതമ്യം ചെയ്ത് മറ്റൊരു കാട് നമുക്ക് കാണാൻ കഴിയില്ല. ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ
ഓരോ കാടിനുള്ളിലുണ്ടാവും. അതനുസരിച്ചാണ് ഇവിടെ ഇപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കടുവയും അതുപോലെ പുലിയും എല്ലാം ഉള്ള അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ആ പുഴയുടെ അടുത്തെത്തി അതിൽ കുളിക്കാനുള്ള പരിപാടിയിലാണ്. കരിമ്പുഴയാറ് നല്ല തെളിനീരോട് കൂടിയിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി ഒരു നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഐബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ്, അവിടെ കാണുന്നതാണ് നമ്മുടെ ഡോസൻ ഐബി എന്ന് പറയുന്ന നമ്മുടെ ഫോറസ്റ്റ് ഐബി. ആ ഫോറസ്റ്റ് ഐബിയിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുള്ളത്. അവിടേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത്. ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ കരിമ്പുഴയിലെ ഈ ഒഴുകുന്ന ഈ വെള്ളം. ഒരുപാട് ഔഷധ സസ്യങ്ങളെ തഴുകി ഉണർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതെല്ലാം തഴുകിക്കൊണ്ട് വരുന്ന നല്ല ഔഷധമൂല്യമുള്ള ഒരു വെള്ളമാണ്. ഇതിൽ ഒന്ന് കുളിച്ചാൽ കിട്ടുന്ന ഉന്മേഷം അത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന നല്ല ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ഷീണമെല്ലാം പോകുന്ന രീതിയിൽ കുറച്ചു നേരം ആ വെള്ളത്തിലൊന്ന് കിടന്നപ്പോഴുണ്ടായ മാറ്റം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. കരിമ്പുഴ ട്രക്കിംഗ് ക്യാമ്പ് നമ്മൾ ഇന്ന് മാറ്റിവെച്ചിട്ടുള്ളതാണ്. അത് അടുത്തൊരു മിക്കവാറും ഓഗസ്റ്റിലായിട്ട് അത് നമ്മൾ നടത്തും. 30ഓളം പേരാണ് ഇപ്പോൾ ആ ക്യാമ്പിൽ ശരിക്കുള്ളത്. അത്ര പേര് വെച്ചുകൊണ്ട് ഈ ക്യാമ്പ് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കും. ഒന്നുകൂടി നല്ല ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറെ മനോഹരമായ രീതിയിൽ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ നമ്മളത് നടത്തും. പ്രാദേശിക സഞ്ചാരത്തിന്റെ ഇനിയുള്ള ക്യാമ്പുകൾ ഇപ്പോൾ ജൂൺ 14-15 തീയതികളിലായിട്ടാണ് ആദിവട്ടാരം ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ 28-29 തീയതികളിലായിട്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ള ബോർഡർ ഹൈക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജൂലൈ 12-13 തീയതികളിലാണ് ചിമ്മിണിയിലെ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജൂലൈ 27-28 തീയതികളിലായിട്ടാണ് മുത്തങ്ങയിലെ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വിവിധ കാടിനുള്ളിലുള്ള ക്യാമ്പുകളുമായി കാടിനുള്ളിലുള്ള കേരളത്തിലെ കാടുകളെ അടുത്തറിയുന്നതിനും കേരളത്തിലെ കാടുകളിലെ സ്പന്ദനങ്ങൾ നേരിട്ട് അനുഭവിച്ച് അത് ആസ്വദിച്ച് അതിനു വേണ്ട രീതിയിലുള്ള അത് മാതൃകയാക്കി പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ പ്രാദേശിക സഞ്ചാരം മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാൻ ഏവരുടെയും സഹകരണവും സഹായവും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ക്യാമ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Bye.